നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും യോഗനാഥം ന്യൂസിന്റെ സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. സദ്യവട്ടത്തിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിൽ ഒഴിവാക്കാനാകാത്ത ഒരു വിഭവമാണ്. അവിയലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് വേണ്ടി അവിയൽ തയ്യാറാക്കുന്നത് രേവതിയാണ്. രേവതിയുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം അവിയലിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അവിയലിന് ആദ്യം വേണ്ടൊരു സംഭവം തേങ്ങ വേണം. പിന്നെ എന്താ, അവിയലിന് നമ്മള് മലക്കറി എല്ലാം അരിഞ്ഞ് തന്നെ ആദ്യമേ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ മലക്കറികള് മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, വെള്ളരി, ഇതെല്ലാം നമ്മൾ പടവലങ്ങ സഹിതം എല്ലാം നമ്മൾ അരിഞ്ഞ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പച്ചമുളക്. ഈ പച്ചമുളക്, തേങ്ങ, പുളിയൊക്കെയാണ് നമ്മൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. പുളി, അതുപോലെ കുറച്ച് കാഷ്നട്ട് കൂടെ നമ്മൾ ഇടുന്നുണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള അവിയൽ. ഞാൻ ഈ അവിയൽ ഇതിനകത്തിലെ ഈ ഇൻഗ്രീഡിയൻസിനകത്ത് കണ്ടിട്ടുള്ളതിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ഞപ്പൊടി, വറ്റൽമുളകൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അശ്വിനി പറഞ്ഞത്. അതെ, വറ്റൽമുളക്, കടുക്, എന്തുവാ, വെളുത്തുള്ളി. ഇത് നമ്മുടെ സാമ്പാർ മുളകാണ്, തൊണ്ടമുളക്, സാമ്പാർ മുളക്, അതുപോലെ ജീരകം, മുളക് പൊടി, പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ. നമ്മളിപ്പം അടുപ്പ് കത്തിച്ചിട്ട് പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണയും കൂടെ ഒന്ന് ചൂടായി കിട്ടും. എല്ലാം നമ്മൾ ആദ്യം തന്നെ പാത്രം വെച്ച് അതിന് ശേഷം അപ്പം തന്നെ എണ്ണയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ രണ്ടും ചൂടാവാൻ ടൈം എടുക്കും. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കല്ലേ, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മളിലോട്ട് കറക്കി ഒഴിച്ചാൽ അതിൻ്റെ ഭംഗി. ഏകദേശം ഇപ്പൊ എത്രത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്? നമ്മളിപ്പോ ഒരു 2-3 സ്പൂൺ, 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചൂടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള മലക്കറിയൊക്കെ ഇതിലാണ് നമ്മൾ വഴറ്റുന്നത്. എന്തൊക്കെയാണ് ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് നമ്മളിപ്പോ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ക്യാരറ്റ്, അതുപോലെ എന്താണ്, കത്തിരിക്ക, പടവലങ്ങ, അമരയ്ക്ക, വെള്ളരി. ഇതെല്ലാം നമ്മൾ ആ ഒരു എന്താ പറയുക, അവിയലിനെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട നീളത്തിലാണ് അവിയലിന് നമ്മൾ എപ്പോഴായിരുന്നു അത് അരിയുന്നത്. അങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിയലിന് അരിയുമ്പോഴത്തേക്ക് എന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാ അരിയുമ്പോഴത്തേക്ക് ഒന്നീ വെള്ളത്തിൽ നമ്മൾ തൊലി കളഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്കാനുള്ള ചാൻസ്. ഇപ്പൊ നമ്മൾ ഇതെടുത്ത് വെളിയിൽ വെച്ചപ്പോ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കായൊക്കെ ഒരു കളറ് മങ്ങുന്നുണ്ട്, ഒരു കറുപ്പ് കളറായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നാൽ അത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അതൊന്നും തന്നെ ഊറ്റി അങ്ങനെയും ചെയ്യാം. പക്ഷെ എണ്ണയിൽ നമ്മൾ പെട്ടെന്ന് ഇടുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളത്തിന്റെ ഇതുണ്ടെങ്കിൽ. അപ്പൊ അതൊന്ന് നോക്കുക. നമുക്കിപ്പോ എണ്ണ നമ്മൾ ചൂടായി തുടങ്ങുന്നുണ്ട്. ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് പച്ചക്കറി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കാതിരിക്കുന്നത് കാരണം ഒരു വെള്ളത്തിന്റെ ഇതുള്ളത് കൊണ്ട് എന്തായിരുന്നാലും അത് ഈ ഒരു ഇതുണ്ട്. നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇടുന്നത്. മുരിങ്ങയ്ക്ക നമ്മളിപ്പോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ്. കാരണം നമ്മള് വെള്ളം ഒഴിച്ചോ അങ്ങനെ ഒരുപാട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന ആ ഒരു ലെവൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് അതിനെ വഴറ്റിയെടുക്കാനായിട്ട് എണ്ണയിലൊന്ന് വഴണ്ട് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിച്ച് ഇതാക്കണ്ട. നമ്മൾ ഇതൊന്ന് ആവി ഒന്ന് കയറി വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ എണ്ണ അടിയിൽ കിടക്കുന്നില്ലേ, അതൊന്ന് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് വേവാനായിട്ട് ഈ മലക്കറിയൊക്കെ ഒന്ന് ആവിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് വേണം. ഈ ചിലവർ കുക്കറിലൊക്കെ, എനിക്ക് തോന്നുന്നു ഈ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കടിക്കാനായിട്ട് അങ്ങനെ കിട്ടത്തില്ല, നന്നായിട്ടൊക്കെ വെന്തു പോകും. അപ്പൊ അതിന് പകരം നമുക്ക് ഇതുപോലെ തന്നെ ഒരു സമയം ഉള്ളവർ, ഇപ്പൊ ഉള്ളവർക്ക് ആർക്കും ഇല്ലാത്തൊരു സാധനമാണ് സമയം. ഓണസദ്യയിലെ അവിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ല. പക്ഷേ അതെ,
കുക്കറിലൊന്നും അടിക്കാതെ കുക്കറിൽ അടിക്കാതെ കുറച്ചൊന്ന് ഓണത്തിന് പിന്നെ പ്രത്യേക എല്ലാവർക്കും അവധികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കുറച്ച് സമയം എടുത്ത് തന്നെ വെച്ചാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ആണ്. കുക്കറിൽ വെച്ച് ഒരു 2 അടി അടിക്കുമ്പോഴത്തേക്ക് അവിയൽ റെഡിയാവും. പക്ഷെ അതെല്ലാം ഒന്ന് കുഴഞ്ഞ്, അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മൾ മാക്സിമം ഈ ഒരു രീതിയിൽ ചെയ്യുക. നമ്മൾക്ക് ഇതിലിപ്പോൾ ശകലം കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാം. കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ജസ്റ്റ് അത് അടിയിൽ മാത്രം ചെറുതായിട്ട് ആ ഒരു അടി പിടിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണയും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ആവി ഒന്ന് കൊള്ളാനായിട്ടുള്ളൊരു വെള്ളം മാത്രം ഒഴിക്കുക. ഇപ്പൊ നമ്മള് അവിയലിന്റെ കഷ്ണങ്ങളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം എത്രത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്? നമ്മളിപ്പോ ഒരു ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2-3 ഗ്ലാസ്, അത് നമ്മള് കഷ്ണങ്ങൾ എടുക്കുന്നതിന്റെ അനുസരിച്ചാണ്. പക്ഷെ ഒരിക്കലും പച്ചക്കറിയിൽ തന്നെ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് വെന്ത് കഴിയുമ്പോ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ? വരും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിക്കവരും ചെയ്യുന്ന ഒരു സംഭവം നെകയ്ക്കുക, അതായത് ഇതിന്റെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് ചിലർ അറിഞ്ഞുകൂടാത്തവർ വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യരുത്. നമ്മള് വെള്ളം ഇതൊന്ന് ആവിയിൽ കിടന്ന് വേവുന്ന രീതിക്കുള്ള 2-3 ഗ്ലാസ് മാത്രം വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചൊന്ന് വെക്കുക. ചിലവര് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മളെ തൊണ്ടൻമുളക്. നമ്മള് സാമ്പാറിനകത്തിലാണ് ഈ മുളക് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോ അവിയലിന് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന അവിയലിലാണോ? അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നില്ല. അല്ലാതെ നമ്മളിപ്പോ ഇത് ചെയ്യുന്ന ടൈമിൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തില് പച്ചമുളക് ഇങ്ങനെ കീറിയിടാറുണ്ട്. പക്ഷെ ഇതിനകത്തില് ഞാൻ പച്ചമുളക് കണ്ടിട്ടില്ല. നമ്മൾ ഇനി അടുത്തൊക്കെ വരാൻ പോകും അതൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് തൊണ്ടമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടും അതിടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തൊണ്ടമുളകും കൂടെ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം. ഇപ്പൊ ഈ മലക്കറിയിലേക്ക് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. മഞ്ഞപ്പൊടി ഒരു നമ്മൾ എത്ര മഞ്ഞപ്പൊടിയാണ്? മഞ്ഞപ്പൊടി നമ്മൾ ഈ ഒരു അളവിന് നമ്മൾ മഞ്ഞപ്പൊടി എടുത്താൽ മതി. ഈ ഒരു അളവിന് മഞ്ഞപ്പൊടി എടുക്കുക. അതിന് ജസ്റ്റ് നമുക്ക് പിന്നെ, കാരണം നമുക്ക് പിന്നെ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടെ എടുക്കുന്നത്, നമ്മൾ കുറച്ചൊന്ന് വെന്ത് വരുന്ന ടൈമിന് നമുക്ക് മുളക് പൊടിയും കൂടെ ഒക്കെ ഇതിന്റെ കൂടെ ഇട്ടിട്ടൊന്ന് സെറ്റ്. ഇതിപ്പോ നമ്മള് എനിക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഈ ഒരു കണക്കാണ്. ഈ സ്പൂണിലാണെങ്കിൽ ഈ ഒരു കണക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു കണക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് ഇടാറില്ലേ നമ്മള്? ഉപ്പ് നമുക്ക് ഇപ്പം കുറച്ചൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങയിൽ ഉപ്പിട്ട് തന്നെയാണ് തേങ്ങ നമ്മൾ അരക്കണം ഇനി അതിൻ്റെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉപ്പിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതും കൂടെ ഇട്ടിട്ട് തൊണ്ടമുളകും കൂടെ നമുക്ക് ഇടാം. അപ്പൊ ആ സമയത്തിന് ശേഷമാണ് ഈ മുളക് ഇടുന്നത് അല്ലേ? അതെ. ഒന്ന് വെന്തൊന്ന് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ ഒന്ന് കയറി വരുന്ന ടൈമിന് നമുക്ക് തൊണ്ടമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒക്കെ കിടന്ന ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു മഞ്ഞപ്പൊടിയുടെ ആ മഞ്ഞപ്പൊടിയുടെ ഇതും എല്ലാം കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അതൊന്ന് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അതിന്റെ. ഈ ഒരു വെള്ളം കണക്ക് മതി. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഇല്ല, ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള. പിന്നെ രണ്ടാമതൊരു കാര്യം അശ്വിനി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം ഇവിടെയൊക്കെ ഉള്ളവർ മിക്കവരും ചെയ്യുന്നതാണ് തക്കാളി. തക്കാളി ഇതിലേക്ക് നിങ്ങളെ അവിടെ അങ്ങനെയാണോ? അശ്വിനിയുടെ വീട് ഇവിടെ അല്ലല്ലോ, പത്തനംതിട്ടയാണ്. അതാണ് ഞങ്ങള് പത്തനംതിട്ട സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടില് ഈ വാളൻപുളി ചേർക്കാറില്ല, നമ്മള് തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണാത്ത സാധനമാണ് ഇതിന് തക്കാളി. ഇതിപ്പോ നമ്മള് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇനി അടുത്തത് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് വേരുന്ന ടൈമിന് തേങ്ങ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ആ ടൈമിനാണ് നമ്മൾ ഈ പറഞ്ഞ വാളംപുളി എല്ലാം കൂടെ ഇതിൽ കൂടെ യൂസ് ചെയ്യുന്നത്. തേങ്ങയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? തേങ്ങയുടെ അകത്ത് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ജീരകം അല്ലേ? ജീരകം അപ്പം എത്രയാണ് എടുക്കുന്നത്? നമ്മൾ ജീരകം എടുക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ്. അതായത് ഒരു കുഞ്ഞു ഞാൻ എടുത്തൊരു തേങ്ങ എടുത്തിട്ട് കുഞ്ഞു തേങ്ങയായിരുന്നു. ഒരു ഫുള്ള് തേങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നു, അടുത്തൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നര തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തേങ്ങയുടെ വലിപ്പം അനുസരിച്ചാണ്. കാരണം തേങ്ങ നമ്മൾ വലുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. അതല്ല, പിന്നെ കഷ്ണങ്ങളുടെ ഇതുമുണ്ട്. കഷ്ണങ്ങൾ എത്രയാണോ അതനുസരിച്ച് എടുക്കുക.
തേങ്ങ ഒരുപാട് വേണ്ടാത്തവരാണെങ്കിൽ 1.5 തേങ്ങയാണ്. അതാണ് 1.5 തേങ്ങ. ഒരു കപ്പ് തേങ്ങ. ഇതിപ്പോ ഒരു കപ്പിലേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല തേങ്ങ കുഞ്ഞാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 1.5 എടുത്തത്. അത് ഓരോരുത്തരും അതനുസരിച്ച് ഇതിലേക്ക് നമ്മൾ കുറച്ചിടുക. ജീരകം എത്ര ഇട്ടു? ജീരകം ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു സ്പൂൺ മാത്രമേ ജീരകം ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ജീരകം ശേഷം പച്ചമുളക് ഇങ്ങനെ മുഴുവനായിട്ടാണ് ഇടുന്നത്? ഇല്ല, നമ്മൾ അതിലിട്ട് പച്ചമുളക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിന്റെ മുകളിലോട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ഈ തൊണ്ടോട് കൂടിയിട്ട് ഇല്ല, അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇടേണ്ടത്. ഒരു 3 പച്ചമുളക്. കാരണം ഇത് വലുതായിട്ട് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് നമുക്ക് 3 ഇട്ടിരുന്ന നല്ല എരിവുള്ള പച്ചമുളകുണ്ട്. അങ്ങനെ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പച്ചമുളക് ഇടണ്ട. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വരെ ഇട്ടാൽ മതി. ഇതിപ്പോ ഒരുപാട് എരിവില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെറുതുമാണ്, അതുകൊണ്ട് 3 to 4 വരെ ഇടാം. 4 പച്ചമുളക് വരെ ഇട്ടിരുന്നാലും പ്രശ്നം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചിലവർക്ക് ഈ ഇതിലാണെങ്കിൽ പോലും ആ എരിവും ഒക്കെ ഒന്ന് കിട്ടുന്നത് ഇഷ്ടമുള്ളവർ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ തന്നെ നമ്മൾ കുറച്ച് പുളി ഈ സമയത്ത് തന്നെയാണ് നമ്മൾ പുളി അരയ്ക്കുന്നത്. പുളിയും ഇതിന്റെ കൂടെ തേങ്ങയുടെ കൂടെ നമ്മൾ ആദ്യം അരയ്ക്കുമ്പോഴത്തേക്കും പച്ചമുളകും പുളിയും ഒക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കുറച്ച് തേങ്ങ അതിന്റെ കൂടെ ഇടണം. അതിന് ശേഷം വേണം ബാക്കി തേങ്ങയും കൂടെ ഇട്ട് അരച്ചെടുത്താൽ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും ഇതെല്ലാം. നമ്മൾ പുളി എടുക്കുമ്പോഴത്തേക്കും നല്ല പുളിയുള്ള പുളിയാ. പുളി ഇതിപ്പോ ഞാൻ വാങ്ങിച്ച പുളിയാണ്, അല്ല നമ്മൾ വീട്ടിലെടുക്കുന്ന പുളിയാണെങ്കിൽ നല്ല ചിലത് നല്ല പുളി ഉള്ളതായിരിക്കും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. പുളി എടുക്കുമ്പോഴത്തേക്കും പ്രശ്നമാണ്. നമ്മള് ഇതില് ഇപ്പൊ തക്കാളി എല്ലാരും ഇടുന്നതിന്റെ കാര്യം അതാണ്. കാരണം തക്കാളി നമുക്കൊരു കണക്കറിയാൻ പറ്റും, അധികം പുളി. അതെ, ഒരു ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു 1.5 തക്കാളി മാത്രമേ എടുക്കാറുള്ളൂ. കൂടുതൽ തക്കാളി നമ്മൾ ഇതിലിടുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തക്കാളി അവിയലിട്ടിട്ടുള്ള അത്ര താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ അതല്ലാതെയാണ് എനിക്കല്ലാതെ ഇതുപോലെ പുളി ഇട്ടിട്ടോ അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം. അപ്പം ആ ഒരു രീതിയിൽ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയല് നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കാന്നുണ്ട്. പുളിയൊക്കെ ഇട്ടിട്ട് ഇന്നലെ അശ്വിനി എൻ്റെ അടുത്ത് ഈ ഒരു കുക്കിങ്ങിന്റെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചൊരു കാര്യം അതായിരുന്നു. എന്ത് വേറെ നമുക്ക് കൊടുക്കാനായിട്ട്, പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും. സാധാരണ എല്ലാ വീട്ടിലെയും അമ്മമാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവിയല്, പക്ഷെ അതില് എന്ത് വെറൈറ്റി കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് കടുക് താളിച്ചിട്ട് തക്കാളിയല്ല പുളി ഇട്ടിട്ടുള്ള അവിയല്. അതുപോലെ നട്ട്സ് ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് സഹിതം ചേർന്ന ലക്ഷറി ആയിട്ടുള്ള നട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചിലത് നമ്മൾ ഒന്നോ രണ്ടോ നട്ട്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഒരുപാട് നട്ട്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഈ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് തേങ്ങയൊക്കെ അരച്ച് നന്നായിട്ട് അരച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഒരുപാട് ഇതായിട്ട് അരക്കേണ്ട ആവശ്യം. ഒന്ന് തരി ഉള്ള രീതിക്കാണ് എപ്പോഴും അവിയലിന് നമ്മൾ അരയ്ക്കുമ്പോൾ ഇച്ചിരി തരി ഉള്ള രീതിക്ക് തന്നെ അരക്കുന്നതാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. ജീരകം, പുളിയും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. കുറച്ച് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കൂടെ തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി, അതെ, വെള്ളമൊക്കെ വറ്റി അതൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് തവി തന്നെ വെച്ച് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് പ്രസ് നമുക്ക് ഈ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഒരു ഇതാണ്ടോ, ഒരു പകുതി വേഗം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം വേവായിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കട്ടായി. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് തവി വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് നോക്കുക. പകുതി വേവായിട്ടുണ്ടല്ലേ? പകുതി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങള്. നമ്മളിനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കണം. അത് മാത്രമല്ല അതിന് മുമ്പ് തൊണ്ടമുളകും കൂടെ നമ്മൾ
ഈ മുളകും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കണം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ, ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ അതും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് നമ്മളൊന്ന് വെക്കാം. അതെ, ഈ ടൈമിനാണ് നമ്മൾ ഉപ്പിടുന്നത്. അതുപോലെ തൊണ്ടമുളകും നമ്മളൊന്ന് അരിഞ്ഞ് ഇതിന്റെ കൂടെ ഒന്ന് പിടിക്കാനായിട്ട് ലാസ്റ്റ് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം. നമുക്കിപ്പോ ഇതിന്റെ ഒരു ടേസ്റ്റും കൂടെ ഒന്ന് കീറി മാത്രം ഇട്ടിരുന്നാൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നടുക്കൂടെ ഒന്ന് കീറി 4ആയിട്ട് കീറിയിട്ട് ജസ്റ്റ് എരിവ് ഒരുപാട് ഇല്ലാത്തതാണ്. 2 നമുക്ക് അതിലോട്ട് കീറിയിടാം. 2 തൊണ്ടൻമുളക് 4ആയിട്ട് കീറിയത്. 4ആയിട്ട് കീറി ജസ്റ്റ് ഒന്ന് അതിലോട്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് 2ആയിട്ട് മതി, 2ആയിട്ട് കീറിയിട്ടാൽ മതി. അതിനുശേഷം അതിന്റെ മുകളിൽ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കും. കാരണം ഈ തൊണ്ടമുളകിന്റെയും അതുപോലെ ഇതിൻ്റെതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടാനായിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. അതുപോലെ ഉപ്പും കൂടെ നമ്മൾ ഇതിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ആദ്യം ഉപ്പ് ഇട്ടിട്ട് അത് ആവശ്യത്തിനാണ്, കണക്കൊന്നുമില്ല. അത് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് ഇതുള്ളത് അതനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മള് കാരണം ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടില്ല നമ്മള്. കാരണം നമ്മള് സവാളയൊക്കെ ഒന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും എന്നിങ്ങനെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി അതെ. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇടുന്നതിനെ കാട്ടി നല്ലത് പണ്ടുള്ളവര് എപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റും. അവര് എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കും. ഇതുപോലത്തെ ചെറിയ നുറുക്ക് വിദ്യകളും ടിപ്സും ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. ഇപ്പൊ ആർക്കും സമയമില്ല ഒന്നിനും. അപ്പൊ ആ ഒരു സമയത്താണ് ഇത് ഇങ്ങനത്തെ നുറുക്ക് വിദ്യകളൊക്കെ തുടങ്ങിയത്. അപ്പൊ അതിന് പകരം വഴറ്റാൻ സമയമുള്ളവർ വഴറ്റുക തന്നെ ചെയ്യുക. ഇതുപോലത്തെ ടിപ്പും കാര്യം നോക്കുക. തേങ്ങയെല്ലാം മുകളിലേക്ക് ജസ്റ്റ് 1.5 തേങ്ങ, അതായത് 1 കപ്പ് തേങ്ങ അരച്ചത്. ഇതിലേക്ക് ജീരകം, പച്ചമുളക്, പിന്നെ 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഉപ്പൊന്നും ചേർക്കാതെയാണ്. വെളുത്തുള്ളി എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുന്ന ടൈമിന് വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒരുപാട് വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങ എടുക്കാം. നമുക്കിപ്പോൾ ഒരുപാട് തേങ്ങ നമ്മൾ നന്നായിട്ട് തേങ്ങയിൽ അതങ്ങ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് തേങ്ങ എടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് തേങ്ങയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് തേങ്ങ വേണം. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മള് തേങ്ങ അരച്ചതിനകത്ത് പുളി, അത് വേറെ കേരളത്തിന്റെ വേറെ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന അവയിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. അതാണ് യോഗനാഥിന്റെ അവയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ ഈ മുകളിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഇപ്പോഴേ ഇളക്കുന്നില്ല. ഇല്ല, ഇത് നമ്മൾ ഇളക്കില്ല. കുറച്ച് സമയം കൂടെ നമ്മൾ ഇതൊന്ന് ഈ ആവിയിൽ തന്നെ ഇതിന്റെ എല്ലാം ഇറങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് അടച്ചു വെക്കും. ഈ അടച്ചു വെച്ച് തന്നെ ഒന്ന് അടച്ചു വെക്കുക. പച്ചക്കറി ഇപ്പൊ പകുതി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് നമുക്ക് ഇതിപ്പോ ഒരുപാട് മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അത് ആവിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇതാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരുപാട് ഇനി വേവാനായിട്ടില്ല. മലക്കറി ഒരുപാടായിട്ട് വെന്തുടയാനായിട്ടില്ല. ഇപ്പൊ കുറച്ച് സമയം 2-3 മിനിറ്റ് ഒന്ന് ഇരുന്ന് നന്നായിട്ട് ആവിയിൽ ഈ തേങ്ങയുടേതും ബാക്കിയുള്ളതിന്റെ എല്ലാം ആ ഒരു നമ്മളിപ്പോ തൊണ്ടമുളക് ഇട്ടിട്ട് അതിന്റെ സൈഡ് ജ്യൂസ് ഇറങ്ങണം. ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമുക്ക് അപ്പൊ അതിന് തുറന്ന് വെച്ചിട്ട് ഒന്ന് നോക്കാം. തീ ഒന്ന് കുറച്ചിട്ട് ആവി നന്നായിട്ട് ശ്രദ്ധിക്കാം. തീ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് മാറ്റി. തേങ്ങയുടെ ആ ഒരു മണവും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതൊന്നും ഇളക്കി കൊടുക്കണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് കുറച്ചും കൂടെ ആക്കാം. മുളക് പൊടി അവിയലിന് ഒരുപാട് മുളക് പൊടി വേണ്ട, കുറച്ച് മുളക് പൊടി. കാരണം നമുക്കൊരു കളറും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മുളക് പൊടി ഒന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ 1 സ്പൂൺ പോലും എടുത്തിട്ടില്ല മുളക് പൊടി. കുറച്ച് മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ഒന്ന് എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ആ ഒരു കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. 1 ടീസ്പൂൺ മുളക് പൊടി.
ഇതിലേക്ക് വെള്ളം നന്നായിട്ടുണ്ടല്ലേ? ഈ വെള്ളം ഇനി വറ്റും. വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളം ഒന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല. അപ്പം ഇതൊന്നും കൂടെ ഈ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങും. വെള്ളം ഇറങ്ങിയിട്ടാണ് അത് വേവുന്നത്. നമ്മളപ്പോ അന്ന് ഈ ഇളക്കുമ്പോ ഒരിക്കലും ഇടക്കിട്ട് ഇളക്കരുത്, സൈഡിൽ നിന്ന് തന്നെ പിടിച്ച് ഇളക്കുക. എല്ലാം വെന്ത ആ ഒരു തേങ്ങയും എല്ലാം അതിലേക്ക് ഇതാണ്ടോ ഒന്ന് ഇതും കൂടെ വറ്റണ സമയത്ത്, ഈ വെള്ളവും കൂടെ വറ്റണ സമയത്ത് നന്നായിട്ട് ആ മലക്കറിയിലേക്ക് അത് പിടിക്കും. ഓണത്തിന് അവിയലല്ല, അവിയൽ വെക്കുന്നത് എന്റെ അമ്മായിയാണ്. അമ്മായിക്ക് അവിയലൊക്കെ ഭയങ്കര, അമ്മായി വെക്കുന്ന അവിയൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അമ്മ പുളി ഇട്ടിട്ടാണ്. അമ്മ തക്കാളി അമ്മായിയുടെ റെസിപ്പി എന്ന് പറയാം. അമ്മായിക്ക് ഈ തക്കാളി ഇടില്ല അവിടെ, അതുപോലെ തന്നെ താളിക്കും. താളിച്ച് തന്നെയാണ് അവിടെ ഒഴിക്കുന്നത്. അതാണ് ഞാൻ ഈ അവിയലിൽ നിന്ന് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അവിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടത്. താളിക്ക് നമ്മുടെ നാട്ടിലെ അവിയൽ എന്ന് വെച്ച് കഴിഞ്ഞാല് കടുക് പൊട്ടിച്ചിടാറില്ല. കടുക് പൊട്ടിച്ചിടാറില്ല. പക്ഷെ നമ്മളൊരു കടുക് പൊട്ടിച്ചും കൂടെ ഇട്ടിട്ടുള്ള രീതിയാണ്. കാരണം ഞാനും എന്റെ വീട്ടിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അശ്വനി പറഞ്ഞതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അവിടെ എന്ന് പറയുന്നത് അമ്മ എല്ലാം രാവിലെ തന്നെ തീർക്കും. ഞങ്ങൾക്ക് അവിടെ എനിക്ക് തോന്നുന്നു സിറ്റിക്കകത്തോട്ടല്ല, എന്റെ വീടെന്ന് പറഞ്ഞത് ബാലരാമപുരം മംഗളത്തോട് അങ്ങോട്ടാണ്. അപ്പൊ അവിടെ ഏറ്റവും ഇതായിട്ടുള്ള അത്ത തട്ടുകൾ ഒരുപാട് കാണും. നമ്മുടെ ആഴിമല കേട്ടാണല്ലോ, ശിവന്റെ ആഴിമല. അവിടെ ഭയങ്കരമായിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ടുള്ള അത്തവും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, കാണാനായിട്ട് രാവിലെ തന്നെ എല്ലാം ഒതുക്കിയിട്ട് രാവിലെ തന്നെ എല്ലാരും പോകും. അപ്പൊ രാവിലെ അമ്മ എല്ലാം റെഡിയാക്കി, താളിക്കല് ലാസ്റ്റ് ആണ്. പച്ചടി കിച്ചടി ചെയ്ത് എല്ലാത്തിനും താളിച്ച്, എല്ലാത്തിനും താളിച്ച് എല്ലാത്തിനും ഒഴിക്കും. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള സംഭവം വെച്ചാൽ അവിയലിനും താളിച്ചമ്മ ഒഴിക്കും. പക്ഷെ അത് പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ് ആ താളിച്ചൊന്ന് ഒഴിക്കുമ്പോഴത്തേക്കും. ഇതിപ്പോ ഒരു അവിയലാണ് നമ്മൾ ചെയ്യുന്നത്, സ്പെഷ്യൽ അവിയലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മളിപ്പോൾ റോസ്റ്റ് അങ്ങനെ ഒന്നുമല്ല, നട്ട്സ് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇടുവാണ്. അപ്പൊ ആ സമയത്ത് അതും കൂടെ ഒന്ന്, അതെ, അപ്പൊ തന്നെ അതൊന്ന് ആവിയിൽ കിടന്ന് അതും കൂടെ അതിന്റെ കൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. നമ്മളിതിപ്പോ ആ കൂടെ 4 നട്ട്സ് മാത്രമേ നമ്മളിത് എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ നട്ട്സോ അങ്ങനെ ഒരുപാട് നട്ട്സ് ഒക്കെ കഴിക്കുക ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ടേസ്റ്റ് എന്നുള്ളതല്ല, ഇതൊന്നും അല്ലാതെ ഒരു ഇതുണ്ട് അശ്വനി. ചിലര് നമ്മളിപ്പോ നട്ട്സ് മുഴുവനോടെയാണ് ഇടുന്നത്. പക്ഷേ ചിലര് നട്ട്സ് ഇടുന്നെന്ന് പറഞ്ഞാൽ ചില ഷെഫുകൾ ഞാൻ ആക്ച്വലി കണ്ടിട്ട് വരെയുണ്ട് അത് ചെയ്യുന്ന. നട്ട്സ് അടിച്ച്, അതായത് മിക്സിയില് ഇതുപോലെ 4-5 അല്ല, അതെ, നട്ട്സ് ഇട്ട് നന്നായിട്ട് അടിക്കാൻ, അതിന് കൊഴുപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നട്ട്സും കൂടെ ഒന്ന് ഇതിന്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നു. ആ രാവിയിൽ തന്നെ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതാണ്ടോ, ഇതിലിപ്പോ വെള്ളം താണ്ടോ ഒന്ന് വറ്റി വരുന്നുണ്ട്, അതിന്റെ അടിയിൽ കിടക്കുന്ന വെള്ളം എല്ലാം. അവിയൽ ആ വെള്ളം ഒന്ന് വറ്റി ഇതിൽ ഈ അരപ്പുകളെല്ലാം പിടിച്ച് അതാണ് നമ്മൾ എന്ത് കാര്യത്തിനായിരുന്നാലും അത് ശരിയാണ് കേട്ടോ അശ്വനി പറഞ്ഞു. എന്ത് കാര്യത്തിനായിരുന്നു നമ്മൾ പറയണ ഒരു സംഭവമുണ്ട്, അവിയല് എല്ലാം അവിയല് പരുവായി കുളമായി എന്ന് പറയണ ഒരു ടോണും കൂടെ ഉണ്ട് അവിയലിന്. പക്ഷെ ഇത് കുളമായ അവിയലല്ല, നല്ല കിടില അവിയലായിരിക്കും. നമ്മള് തീയെന്നാ കുറച്ചൊരു ചെറിയൊരു ഈർപ്പലുള്ളത് നല്ലതാണ്. നമുക്ക് ഇരിക്കും തോറും ചൂട് നമ്മൾ അടച്ചു വെക്കും തോറും അതൊന്ന് വറ്റിങ്ങനെ വരും. ഈ സമയത്താണ് നമ്മൾ കടുക് താളിച്ചിടുന്നത്. അപ്പോഴാണ് നമ്മൾ കറിവേപ്പില എല്ലാം കൂടെ താളിച്ചാണ്. കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ആണ് താളിക്കുന്ന സമയത്ത് ഇട്ടിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ തീ നമ്മളിപ്പോ നന്നായിട്ട് കുറച്ചൊന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് താളിക്കൽ പരിപാടിയിലേക്ക് നോക്കാം. പാത്രത്തിൽ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവിയലിന്റെ അവസാനമായിട്ട് നമ്മൾ ഇനി ഒന്ന് ഇതിന്റെ മുകളിലേക്ക് അരപ്പൊക്കെ സൈഡിലുള്ള അരപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഇല്ല, ഇനി നമ്മൾ ഇതിനെ ഇറക്കി മാറ്റി നമ്മൾ അടച്ചു വെക്കുമ്പോ ആ ഒരു ആവിയില്ലേ, ആ ഒരു ചൂട് ആ ഒരു ആവിയിൽ തന്നെ ഇരുന്ന് അതെ അത് സെറ്റ് ആവും. അത് ഇപ്പൊ ഈ ചെറിയൊരു വെള്ളം ഇതൊക്കെ ഉള്ളതെല്ലാം അതിൽ തന്നെ സെറ്റ് ആയിക്കോളും.
നമ്മൾ കൂടുതലായിട്ട് അങ്ങ് വറ്റിച്ച് പിന്നെ അത് കരിച്ച് എടുക്കരുത്. തീ ഇതിൻ്റെതൊന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. ഇനി ജസ്റ്റ് അതിന്റെ ആ മണം ഇതൊന്നും പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെക്കാം. താളിക്കൽ ലാസ്റ്റ് ഫൈനൽ ഇതാണ് ഇരിക്കുന്നത്. ശരി, കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരാണ് താളിക്കൽ കണ്ടിട്ടുണ്ടല്ലേ? കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല. നമുക്കപ്പോ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കണക്കനുസരിച്ച്. കടുക് താളിക്കണ്ട, താളിക്കുന്ന വലിയ ഇഷ്ടമല്ല എന്നുള്ളവർക്കാണെങ്കിൽ താളിക്കണ്ട. വേണമെങ്കിൽ കടുക് പേരുണ്ടെങ്കിൽ മാറിയിരുന്നു. കുറച്ച് കടുക് ഇടുന്നു. കടുക് പൊട്ടുമ്പോഴത്തേക്ക് പച്ചമുളക് പൊടി ചിലവർ ഒരുപാട് വറ്റൽമുളകും ഇതൊക്കെ ഇട്ട് താളിക്കും കേട്ടോ. ചിലർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് താളിച്ചൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുള്ള ഒരെണ്ണം കൂടെ എടുക്കാം. 5 വറ്റൽമുളക്. അതിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വറ്റൽമുളക് എടുക്കുക. വെള്ളമുള്ളത് ഇടണ്ട, വെള്ളമുള്ളതായിട്ട് ഇത് പൊട്ടിത്തെറിക്കും. നിങ്ങൾക്ക് ചെറിയത് എടുക്കാം. വെള്ളമുള്ള തവി എടുത്ത് എണ്ണയിലോട്ട് ഇടരുത്. കറിവേപ്പിലയും കൂടെ എടുക്കുക. കറിവേപ്പില നമ്മൾ മുഴുവനല്ല, ഇല്ല, കഴിഞ്ഞു. അത് ഈ വറ്റൽ മുളകൊക്കെ ഇതിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് ഇതാകും. അതിനുശേഷം നമ്മളതൊന്ന് തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇത്രയും മാത്രം മതി, അതൊന്ന് ഇതായി വന്നാൽ മാത്രം മതി. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്യുക. വറ്റൽമുളക് ഇതാണ്ടോ, ഈ ഒരു കണക്കാണ്. വറ്റൽമുളക് എപ്പോഴായിരുന്നു നമ്മൾ വറ്റൽമുളക് എണ്ണയിലിട്ട് ചെയ്യണ സമയത്ത് ഈ ചിലവർക്ക് ഇതുണ്ട് തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഒന്ന് ജസ്റ്റ് ഇന്നാക്കുക. ഇതുപോലെ തന്നെ അതിലേക്ക് അങ്ങ് ഒഴിക്കുക. അതുകൊണ്ട് നമ്മൾ അവിയലിന്റെ പ്രോസസ്സ് കഴിയുകയാണ്. ലാസ്റ്റ് പ്രോസസ് അശ്വനിയാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കറക്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുക. അതൊരു നമ്മൾ പ്രത്യേകിച്ച് ഗാർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുമായി ഇല്ല, ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കില്ല. നമ്മളിപ്പോ വെളിച്ചെണ്ണ ചൂടാക്കി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി വെളിച്ചെണ്ണയോ അങ്ങനെ ഒന്നും നമ്മൾ വയ്ക്കില്ല. ഇത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രമേ. കറിവേപ്പിലയും കൂടെ ആണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ വയ്ക്കാം. ഗാർണിഷിന് വേണ്ടി നമ്മൾ കറിവേപ്പിലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നുള്ള. നമ്മുടെ അവിയല് റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം. അതിന്റെ ആ ഒരു കുറച്ച് നേരം അടച്ചു വെക്കാൻ, മൂടി വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു സ്മെല്ല് അതിലേക്ക് തന്നെ ഇറങ്ങും. നമ്മള് സദ്യക്കൊക്കെ വിളമ്പുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് തുറന്ന് വിളമ്പിയ അതാണ് ഇതിന്റെ ആ ഒരു. ഇപ്പൊ തന്നെ അശ്വിനി സാധാരണ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു എണ്ണ ഒഴിക്കുന്ന ആ സ്മെല്ലാണോ ഇത്? അതാണ് ഞാൻ പറഞ്ഞൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ എപ്പോഴും എന്തിനും താളിച്ച് ഒഴിക്കുന്ന ടൈമിൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഇതില് താളിച്ച് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെക്കുക. അതിന് ശേഷം സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അവിയലും കാര്യങ്ങളൊക്കെ? എങ്ങനെ ടേസ്റ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ അതൊരു സർവിങ് ഇതിലോട്ട് മാറ്റാം. സർവിങ് ബൗളിലേക്ക് മാറ്റാം. മൊത്തം എടുക്കുന്നില്ല, കുറച്ച് നമുക്ക് സർവിങ്ങിലേക്ക് മാറ്റി നമുക്കൊന്ന് കാണിക്കാം. ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം വരുന്ന രീതിക്ക് നമ്മൾ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ഗാർണിഷ് ചെയ്യാം. 2 കറിവേപ്പില കൂടെ എടുത്തോ, നമുക്ക് ഇതിൽ ഒരു ഭംഗി വരുമല്ലോ. കറിവേപ്പില ഇല്ല എന്നുള്ളൊരു വിഷമം. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് അശ്വനി ഒന്ന് നോക്കിയിട്ട് ആദ്യ പരീക്ഷണമാണ്. അങ്ങനെയല്ല, അശ്വനി ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് പരീക്ഷിക്കുകയല്ലേ.
വീട്ടിലെല്ലാം നേരത്തെ പരീക്ഷിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പറയുന്നില്ല. എനിക്ക് കടുക് അത്ര ഇഷ്ടമാണ്, അപ്പൊ ഞാൻ കടുക് എടുക്കാൻ ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ടെടുക്കും. അരപ്പും കേട്ടല്ലേ, ചൂടുണ്ട്. അതാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചൂടിന്റെ ഒരു ഇതുകൊണ്ടാണ് ആദ്യത്തെ എക്സ്പ്രഷനിൽ പാളിപ്പോയി. ഇല്ല ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ പ്രാവശ്യത്തെ അവിയലിന് അല്ലെ താളിച്ചിട്ടുള്ള അവിയൽ, ഈ വർഷത്തെ ഓണത്തിന് താളിച്ചിട്ടുള്ള അവിയല് വെറുതെ പറഞ്ഞപ്പോ കാരണം നമ്മളെ വ്യൂവേഴ്സിന് യോഗനാഥ ന്യൂസിന്റെ ഞങ്ങളുടെ ടീമിന്റെ വകയായിട്ടുള്ളതാണ് ഈ ഓണത്തിന് അവിയല്. അപ്പൊ എല്ലാരും ഈ സ്പെഷ്യൽ താളിച്ചിട്ട് കാഷ്നട്ട് ഒക്കെ ഇട്ടിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുക. എല്ലാരും ഉണ്ടാക്കി തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായവും നമ്മളെ അറിയിക്കണം, എല്ലാവരുടെ സ്നേഹവും എല്ലാം ഞങ്ങൾ അറിയിക്കണം. എങ്ങനെയാണ്, എങ്ങനെ ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങൾ അറിയിക്കുക. അതെ. അപ്പൊ ഈ വർഷത്തെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവിയലാണ് ഈ വർഷത്തെ ഓണത്തിന് യോഗനാഥം ന്യൂസ് ഞങ്ങൾ തയ്യാറാക്കി തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ അവിയലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ഓണാശംസകൾ. അതെ, സദ്യവട്ട ഇന്നത്തെ എപ്പിസോഡ്